വേണമെന്നൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കണം. നിങ്ങളും പൈസ തന്നില്ലേ, എഴുതി കൊടുക്കാനാണ് അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്കും വേണ്ട ഉള്ള വഴി നിങ്ങൾക്കും അവർക്കും കൂടെ പോയത്. അപ്പം അവർക്ക് എഴുതി വേണം അങ്ങനെ കേട്ടോ. പിന്നെ അത് ഒരു വെളുത്ത ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടതിന്റെ കൂടെ ഒരു ഇയാൾ കൂടെ വല്ലവരും വരുന്നത് ഉണ്ണികൃഷ്ണൻ. അവൻ ഏതാ ഇത്? അവന് ഭയങ്കര ഇത്, അവന് ചൂടാവുന്നു. എന്തുവന്നാ നമ്മളോട് വന്ന് വഴി വയ്ക്കും, നമ്മള് കൊടുക്കാന്ന് പറഞ്ഞു, ഇത്ര ഇത് വേണമെന്ന് പറഞ്ഞു. അതിന് അവനെന്തോ ചൂടാവാനാ? അമ്മയെ പറഞ്ഞ എഴുതി കൊടുക്കത്തില്ലെന്ന്. അവന് ചൂടാവും, ഒന്നും അറിയത്തില്ല ചൂടാവേണ്ട കാര്യം. എന്ന് വെച്ചാൽ എന്നെ പറ്റിക്കാൻ കുറച്ച് പേരൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കെന്റെ കിട്ടേണ്ട വർക്ക് പോയത്, അല്ലാതെ വെറുതെ ഒന്നും കിട്ടിയതൊന്നുമല്ല. മനസ്സിലായില്ലേ? എന്റെ അനിയത്തി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ അറിയാവോ? അവളുടെ ഭർത്താവിനെയൊക്കെ വകവെത്തിയിട്ട് ഇൻഷുറൻസ് നടക്കുന്ന കുറെ സ്വത്തുമുതലും വേണമെന്ന് പറഞ്ഞ് നടക്കും. കിട്ടുന്നതൊന്നും പോരാ. നമ്മളിവിടെയും അവിടെയും കുറെ ആൾക്കാരെ നമുക്കെതിരെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അത് പേര് നമ്മുടെ വസ്തുവിനകത്ത് അവര് ഏതാണ്ട് ക്ലിയർസ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വരുന്നുണ്ടായിരുന്നു, അമ്മ വരങ്ങോട്ട് വന്നിട്ട് എന്തുവാ പട്ടി കിടക്കുന്നതാണ് പറഞ്ഞത്. വെള്ളം വേസ്റ്റ് വെള്ളം നമ്മുടെ അങ്ങോട്ട് ഒഴുക്കുന്ന പോലെ. അല്ല മുഴന്തി ഉണ്ടല്ലോ അവരുടെ വീട്ടുകാര് അവര് എന്തുവാ ഞങ്ങള് മെമ്പറിനോട് പറഞ്ഞ് ഞങ്ങളുടെ വസ്തുവിനകത്തോട്ട് അവര് വഴി തുറന്നു വെച്ചിരിക്കുന്നത്. അവർക്കെങ്ങനെ നമ്മുടെ ഇതിനകത്തോട്ട് തുറന്നു വയ്ക്കേണ്ട കാര്യമില്ല. വേലി ഉണ്ടോ ഇല്ലല്ലോ. അപ്പം മെമ്പർ പറഞ്ഞ അവരെ തുറന്നു വയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്. മനസ്സിലായോ? അവർക്ക് ഉള്ളിലോട്ടൊന്നും വഴിയില്ലയോ. പിന്നെ നമ്മുടെ ഇതിനകത്തോട്ട് തുറന്നു വയ്ക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കൊണ്ടില്ലല്ലോ. മെമ്പർ പറഞ്ഞിരുന്നു മെമ്പറിനെ വിളി നടത്തി തരാമെന്ന്. ഇങ്ങനെ വലിയ ശല്യമാണ് കുറെ എണ്ണങ്ങള്. നമ്മുടെ അടുത്ത് കുത്തിക്കാരെ നിർത്തിയിരിക്കുക കുറെ എണ്ണത്തിന്. ഇവരുടെ ഗ്യാങ് കേട്ടോ. ഈ കുറെ എണ്ണത്തിന് നമ്മളെ ബന്ധം കഴിഞ്ഞാൽ അവന്റെ ഇവളുടെ എല്ലാം കൂടെ ഗ്യാങ് ഇങ്ങനെ എന്നെ എന്തുവാ ഇവക്കും അവനും കൂടെ കല്യാണം എന്നെ അങ്ങ് റെഡിയാക്കി ഇവക്കും അവനും കൂടെ കല്യാണം കഴിക്കാനായിരുന്നു. പക്ഷെ നടന്നില്ല. അതിനങ്ങ് മുക്കിയെടുക്കുക നമ്മളോട്. ഈ എന്റെ അനിയത്തി എന്ന് പറയുന്നവളും എന്റെ മുൻ ഭർത്താവുണ്ടല്ലോ ബന്ധം കഴിഞ്ഞവൻ, അവനും കൂടെ കല്യാണം കഴിക്കാനായിരുന്നു തമ്മില്. എന്നെ അങ്ങ് ഈ രക്ഷൊക്കെ തന്ന് റെഡിയാക്കി. ഇപ്പൊ ഉണ്ടല്ലോ ഈ പതിയെ രക്ഷ പരിപാടിയൊക്കെ അങ്ങനെയൊക്കെ തന്നങ്ങ് റെഡിയാക്കി മുതലും സ്വത്തും എല്ലാം ഒന്നിച്ച് താമസിക്കുക. ഇതെല്ലാം കൂടെ എടുത്തങ്ങ് വളരെ പോഷായിട്ടങ്ങ് താമസിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവന്മാർ രണ്ടുപേരും കൂടെ കേട്ടോ. ഇവനും അവളും കൂടെ. പക്ഷെ അത് നടന്നില്ല. അങ്ങനെ ഇവിടെ സമരനെ കെട്ടി അവനെ വകവരുത്തിയതൊക്കെ തിരക്കിയവരെ അവനെ ആത്മഹത്യ ചെയ്താന്നാ പറയുന്നത്. ആത്മഹത്യ ഒന്നും അല്ല, കൊന്നു കെട്ടി തൂക്കിയതാന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം കേട്ടോ. നിങ്ങൾ തിരക്കിയാൽ മതി. നമുക്ക് ഇങ്ങനത്തെ ഹിസ്റ്ററി ഒന്നും അല്ല. ഇവരിങ്ങനെ നമ്മുടെ പുറകില് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ അവളുടെ വല്ല വസ്തുവിന് പിടിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവൾമാരെല്ലാം നിങ്ങൾക്കും അനുഭവം കാണും. ഇവൾമാരെല്ലാം എന്റെ പുറകെ നടക്കുന്നത് കാണുമായിരിക്കുമല്ലോ. നിങ്ങളാണെന്നല്ലോ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു കാണും. നിങ്ങളോടെല്ലാം നമ്മൾ ആരെ ഇതാക്കുന്ന അവരോടെല്ലാം നമ്മളോട് പറയും. അങ്ങനെയുള്ള സ്വഭാവം. ഇങ്ങനെ നടക്കുക. നമ്മൾ നിങ്ങൾക്ക് വഴി എന്തെങ്കിലും പ്രശ്നത്തിൽ വന്നിട്ടുണ്ടോ? പിന്നെ എന്തിനെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മളെ സ്വഭാവം അതാ. പക്ഷെ ഇവരിങ്ങനല്ല, ഇങ്ങനെ നടക്കുക. ഇവള് നമ്മളെ ഉപദ്രവിക്കാൻ കുറെ അയൽക്കാരുണ്ട്. നമ്മളെ കൊണ്ട് അങ്ങ് ഉപദ്രവിപ്പിക്കുക. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കും. കുറെ എണ്ണം ഉണ്ട് ഇവിടെ കേട്ടോ. ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് അവനെ അസുഖങ്ങളും വന്നാൽ വിടണ്ട കേട്ടോ. നിങ്ങൾ പറയണ ഈ വഴി ഞങ്ങള് ഇതെല്ലാവർക്കും കൂടെ ഉള്ളതൊന്നും അല്ല. ഞങ്ങൾക്കും അവർക്ക് മാത്രമുള്ളതല്ല, നാട്ടുകാർക്കൊന്നും പോകാനുള്ളതല്ല. ഞങ്ങളുടെ വീട്ടിലോട്ട് പാലിതാക്കിയതില്ലേ, ഞങ്ങൾക്ക് ഉപയോഗിക്കാനില്ലയോ? അല്ലാതെ നാട്ടുകാർക്കൊന്നും ഉപയോഗിക്കാനല്ലല്ലോ. ആ കിളവനിക്ക് വരുന്നത് കിളവൻ ഇവിടെ വന്നിട്ട് എന്റെ അമ്മയുടെ കയ്യിൽ 200 രൂപയൊക്കെ വാങ്ങിക്കൊണ്ട് പോവുക, 4-5 തേങ്ങ ഇട്ടുകൊണ്ട് പോവുക. വലിയ താമസിയായിരുന്നു അവന്. നടുവച്ചിയാണിത്. അവൻ ആ അമ്പലത്തിലേ ഇരിക്കുന്നവനാ കള്ളന്. എന്ത് ഈ അമ്പലത്തിലൊക്കെ കിടക്കുന്ന കള്ളന്? എന്റെ സ്വഭാവത്തിനാണ് തോന്നിയത് പെൺപിള്ളേ മോനെ വാഴ്ചയാക്കി വിട്ടേക്കുന്നത് ഇല്ലയോ? അതാ ഇവന്റെ സ്വഭാവം കഴിക്കുന്നത്. അതാ അവരെ അടിച്ചാക്കി വിട്ടിരിക്കുന്നത്. റെഡിയാക്കാനിട്ടാ. അല്ലെങ്കിൽ ഇവന് ഒരു മോനും ഭാര്യയുണ്ട്. അത്രയും മോനുണ്ട്. അത് താമസിക്കാൻ അവനിങ്ങനെ നടക്കുക. ഇവന് മഹാവല്ലാത്തവനാട്ടോ. ഇവനെ അടുപ്പിക്കുകയും ചെയ്യരുത്. അതിനകത്തൂടെ വിലയെ ചെയ്യണ്ട കേട്ടോ. മാപ്പിളമാര് പറഞ്ഞു എന്തുവാ വസ്തു കൊടുക്കാം സെന്റിന് 2 ലക്ഷം ആണ്. 2 ലക്ഷം പറഞ്ഞു കാണത്തുള്ളവര്. അതിൽ കൂടുതൽ പറഞ്ഞു കാണും കേട്ടോ. എന്തോ
ഇങ്ങനെയാ പറഞ്ഞു നമ്മളെടുക്കല് രണ്ടിനൊന്നും അവർ സമ്മതിക്കത്തില്ല കൊള്ളാം. അവരുടെ സ്വഭാവം അറിയാമല്ലോ. ഒരു 3-3.5 അവർ ചോദിച്ചു കാണും കേട്ടോ. ആ അവരെല്ലാവരും കൊടുക്കത്തൊന്നുമില്ല. അറിയാതെ നമ്മൾ ആ വഴിക്ക് അങ്ങോട്ട് ഇതാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്തുവാ ചീത്ത വിളിക്കാൻ വഴക്ക് വന്നതാണ് നേര്. അങ്ങനെ ഒരു വഴിക്ക് 2 ലക്ഷത്തിനൊക്കെ കൊടുക്കും. ആരെ തിരക്കുന്നുണ്ടോ? തിരക്കണേ ഉചിതമായിട്ട് കേട്ടോ. ആ 2 കുറച്ച് നിങ്ങളെ ഒന്നിച്ച് ചിലപ്പോൾ ആള് കാണും. മനസ്സിലായില്ലേ? നല്ല പൈസയൊക്കെ ഉള്ളത് ഈ എൻ്റെ നാടുകാരോടൊക്കെ എന്തായിരിക്കും. അപ്പൊ 2 സെന്റിന് 2 വീതമാണെങ്കിലേ കൊടുക്കത്തുള്ളൂ പറയണം. നീ കുറച്ച് ഒരിക്കലും കൊടുക്കരുത് കേട്ടോ. കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയണം. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നാ പറയുന്നത് കേട്ടോ. അതറിയാലോ സ്വർണത്തിന്റെ വിലയൊക്കെ ഒരു പവനിന് എത്ര വിലയാണ്. അപ്പൊ വസ്തുവിന് വിലയൊന്നും ഇല്ലയോ? 1.4 കൂടുതലായി ഒരു പവൻ സ്വർണത്തിന് കേട്ടോ. ആ അപ്പൊ നമ്മള് വസ്തുവിന് വിലയൊന്നും ഇല്ലയോ? ആൾക്കാർ പറ്റിച്ചും പിടിച്ചു പറിക്കാനും എടുക്കാനും ഇങ്ങനെ നടക്കുക കുറെ എണ്ണങ്ങള് കേട്ടോ. അപ്പൊ നോക്കണേ കേട്ടോ പൂജമായിട്ട്. കാരണം പിന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ വരാൻ വയ്യ. ഇതൊക്കെ വയ്യ. അതുകൊണ്ടാ. ശരി. ആ ശരിയേ.